പോലെ ഒരു ബംഗ്ലാവ് ഞങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വീം വിളക്കി. ഇനി ഈ ജീവിതത്തില് എനിക്ക് സ്വന്തമായി ഒരു 3 നില കെട്ടിടം ഉണ്ടാവുമ്പോ അതിന്റെ പാല് കാച്ചി ക്ഷണിക്കാൻ മാത്രമേ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തൂ. എല്ലാ പ്രതീക്ഷകളും വിശ്വാസങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ടാണ് നീ എന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. അത് നിറവേറ്റേണ്ടത് ഭർത്താവായ എന്റെ കടമയാണ്. ആ ബംഗ്ലാവിന്റെ പാല് കാച്ചലിന് ക്ഷണിക്കാൻ മാത്രമേ കോവിലകത്ത് കാലുകുത്തൂ എന്ന് ഉഗ്ര ശപഥവും ചെയ്തു. ആ ആഘാതത്തിൽ തളർന്നു വീണുപോയ എന്റെ അച്ഛൻ ജീവന്റെ നേരിയ തുടിപ്പുമായി ഇന്നും ജീവിച്ചിരിക്കുന്നു, നിന്റെ അച്ഛമ്മയെ പോലെ. ആ സംഭവത്തിന് ശേഷം ഏട്ടൻ എന്നോടുള്ള ശത്രുതയും അകലവും ഇന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ ശത്രുതയുടെ കാരണം മനസ്സിലായോ നിനക്ക്? കാണുന്നിടത്തൊക്കെ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന്റെ കാരണം മനസ്സിലായോ നിനക്ക്? ഇനി എന്താ അറിയേണ്ടത്? ഈ പറയുന്ന അശോക് വർമ്മയ്ക്ക് സമൂഹത്തിൽ നിന്ന് നല്ല ആദരവൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പലരും കൈകൂപ്പി വണങ്ങുന്നതും കണ്ടു. അപ്പോ നമ്മൾ അറിയാത്ത എന്തോ ഒരു നന്മ അശോക് വർമ്മയ്ക്കില്ലേ? കോവിലകം പോലൊരു ബംഗ്ലാവ് സ്വന്തമായി നിർമ്മിച്ച് അതിന്റെ പാല് കാച്ചലിനെ ക്ഷണിക്കാൻ പോവാന്നുള്ള പ്രതീക്ഷ ഈ ജന്മം നടക്കില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ ഉൾപ്പെടെയുള്ള മക്കളുടെ പിടിപ്പുകേട് അതിന് കാരണം. അത് സമ്മതിക്കുന്നു. പക്ഷേ അശോകവർമ്മ എന്ന അമ്മാവന്റെ നന്മ എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതെന്തിനാ? അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല എന്നറിയാം. എന്നാലും ഞാൻ പറയുക, നമുക്ക് കുടുംബസമേതം കോവിലകത്തേക്കൊന്ന് പോണം. മുത്തശ്ശന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അനുഗ്രഹം വാങ്ങണം. ഞങ്ങള് പേരക്കുട്ടികൾ അത് ചെയ്തോളാം. അച്ഛനും അമ്മയും അതിന് സാക്ഷികളായാൽ മതി. അങ്ങനെ ചെയ്ത ഒരു പക്ഷേ ആ മുത്തശ്ശന് ജീവൻ വെച്ചാലോ? നമ്മുടെ അച്ഛമ്മയ്ക്ക് നാവുണ്ടായാലോ? അച്ഛൻ എന്തു പറയുന്നു? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നിന്റെ അമ്മയാണ്. അമ്മേ,